ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 560-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: പെൺമയുടെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കുമോ? പെൺമയുടെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കുമോ? പെൺമയുടെ നന്മ പെൺമയുടെ തന്മയും തനിമയുമാണ്. ദൈവസാദൃശ്യവും സ്വരൂപവും പെൺമയിലും ആൺമയിലും ഉൾക്കൊള്ളുന്നു. ആൺ പെൺ പാരസ്പര്യത ദൈവ സ്വരൂപത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. പെൺമ ഉത്തരവാദിത്തോടെയുള്ള സ്ത്രീത്വമാണെന്ന് പരമ്പരാഗത വ്യാഖ്യാനം നാം കേട്ടിട്ടുണ്ട്. പെൺമയുടെ വാർപ്പുതര, അതായത് സ്റ്റീരിയോടൈപ്പ് വ്യാഖ്യാത മാതൃകകൾ സാമൂഹികമായി സൃഷ്ടിക്കപ്പെട്ടവയാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പെൺമയുടെ മഹത്വമായി പരമ്പരാഗത സമൂഹം കീർത്തിച്ചത് സംരക്ഷണഭാവം, ഗൃഹവിചാരം, ശരീര സൗന്ദര്യം എന്നിവയാണ്. മാന്യത, അനുകമ്പ, വൈകാരികത, മധുരീയത എന്നിവ പെൺമയുടെ ഗുണങ്ങളായി പുകഴ്ത്തി. ക്ഷമ, താഴ്മ, അനുസരണം, സൗമ്യത, സഹനം, ഭക്തി, പാതിവ്രതം, വിശ്വസ്തത, ജാഗ്രത എന്നിവയും പെൺമയുടെ അടിസ്ഥാന പ്രമാണമായി വ്യാഖ്യാനിച്ചു. എന്നാൽ ഇത്തരം പ്രബോധനങ്ങളുടെ ആധാരം ആൺകോയ്മയുടെ കാഴ്ചപ്പാടായതിനാൽ ഇവ പുനർ വായിക്കപ്പെടണമെന്ന ദർശനമാണ് ഉത്തരാധുനിക സ്ത്രീപക്ഷ പഠനങ്ങൾ പറയുന്നത്. പെൺമയുടെ യഥാർത്ഥ അന്തസ്സും തനിമയും തകർക്കുന്ന സമീപനങ്ങളെ ചേർത്ത് നിൽക്കുവാനുള്ള ബോധനമാണ് ഇത് ലക്ഷ്യമാക്കുന്നത്. പെൺമയെ കീഴ്പ്പെടുത്തുന്ന ഇടപെടലുകളും കാഴ്ചപ്പാടുകളും തിരിച്ചറിയുവാനുള്ള ഉത്തരവാദിത്വവും ബോധനവുമാണ് പെൺമയുടെ നന്മ എന്ന പദ്ധതി ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത സമൂഹങ്ങളും മതങ്ങളും മാധ്യമങ്ങളും ത്യാഗം, സഹനം, ക്ഷമ, സഹിഷ്ണുത, അനുസരണം തുടങ്ങിയവ പ്രവതീകരിച്ചുള്ള പെൺമയുടെ വ്യാഖ്യാനവും പ്രചരണവുമാണ് ശക്തിപ്പെടുന്നത്. ഇത് സ്ത്രീകളെ മുഖ്യധാരയിൽ നിന്നും ഒഴിച്ച് നിർത്താൻ പ്രേരിപ്പിക്കുന്നു. പ്രണയം, വിവാഹം, പ്രസവം, പ്രസന്നത എന്നിവ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വാർപ്പു തരമായി പെൺമ. അമ്മ നന്നായാൽ വീട് നന്നാവും, അമ്മയാണ് വീടിൻ്റെ വിളക്ക്, അമ്മമാർ നന്നാകണം എന്ന പ്രസ്താവനകൾ സർവ്വസാധാരണമാണ്. എന്നാൽ ഇത് പുരുഷ കാഴ്ചപ്പാടാണ്. അധികാരവും സ്വത്തും സ്വന്തമായിട്ട് ഉത്തരവാദിത്വം അമ്മയ്ക്ക്. അപ്പൻ നന്നാകേണ്ടേ? സ്ത്രീയും പുരുഷനും നീതിപൂർവം ജീവിക്കുന്ന വ്യവസ്ഥിതി വരുമ്പോൾ മാത്രമേ പെൺമയ്ക്ക് യഥാർത്ഥ തനിമയും ലഭ്യമാകൂ. സമൂഹത്തിൽ ഇത്തരം സ്ത്രീ നിഷേധ വ്യാഖ്യാനങ്ങൾ അനവധിയായിട്ടുണ്ട്. സ്ത്രീ നിഷേധവും വിദ്വേഷവും പുലർത്തുന്ന കാഴ്ചപ്പാടുകളിലെ ഇത്തരം ശൈലികളെ തിരിച്ചറിയുവാനുള്ള ശേഷി ഏവരും വളർത്തണം. സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സുരക്ഷിത സമൂഹത്തിൻ്റെ നിലപാടാണിത്. പെൺമയുടെ നന്മ അനിവാര്യമാണ്. പെൺമയെ നിഷേധിക്കുന്ന സിദ്ധാന്തങ്ങൾ, സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയ്ക്ക് കാലികമായ ഭേദങ്ങൾ വരുത്തുവാൻ കഴിയണം. പെൺമയുടെ നന്മയെ ബഹിഷ്കരിക്കുന്ന പദാവലികളും ശൈലികളും ബിംബങ്ങളും പുനരചിക്കുവാനുള്ള കൂട്ടമായ ശ്രമവും ഉണ്ടാകണം. ഇത്തരം തിരിച്ചറിവിൻ്റെ പാഠങ്ങൾക്ക് യേശുവിൻ്റെ പ്രബോധനമാകണം മാർഗരേഖ എന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്ന് കരുതട്ടെ. യഹൂദ മത പശ്ചാത്തലത്തിലും പാലസ്തീൻ സാമൂഹിക ക്രമത്തിലും സ്ത്രീകൾ അരക്ഷിതാവസ്ഥയും അവഹേളനയും തമസ്കരണവും സഹിച്ചപ്പോൾ സ്ത്രീകൾക്ക് അംഗീകാരവും സുരക്ഷിതത്വവും പൊതു ഇടങ്ങളിൽ യേശു പ്രഖ്യാപിച്ചു. സ്ത്രീ പുരുഷ ബന്ധത്തിന് പുത്തൻ പ്രകാശം യേശു പകർന്നു. പുരുഷനോടൊപ്പം സ്ത്രീക്കും യേശു പങ്കാളിത്തം നൽകി. സ്ത്രീ ശക്തിയെ ബലഹീനമാക്കുന്ന യഹൂദ റോമ പാരമ്പര്യങ്ങളിലെ ആൺകോയ്മ സിദ്ധാന്തങ്ങളെയും സ്ത്രീവിരുദ്ധ സാമൂഹിക ശാസ്ത്ര വ്യാഖ്യാനങ്ങളെയും യേശു അംഗീകരിച്ചില്ല. പരമ്പരാഗതമായ യഹൂദ
സാമൂഹിക നടപടി വിപ്ലവകരമായ സമീപനമാണ് യേശു പുലർത്തിയതെന്ന് നമുക്ക് അറിയാം. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ ശിക്ഷാവിധിക്കായി കൊണ്ടുവന്നപ്പോൾ നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശു യഹൂദന്മാർക്ക് ഒരു താക്കീത് എന്ന രീതിയിൽ പറഞ്ഞത് അവർക്ക് അസ്വസ്ഥമായി. ആർക്കും സ്ത്രീയെ കുറ്റം വിധിക്കാനോ കല്ലെറിയുവാനോ സാധിച്ചില്ല. യഹൂദ വ്യവസ്ഥിതിയെ ജീർണിച്ച ഘടനയെ യേശു ചോദ്യം ചെയ്തു. സ്ത്രീക്ക് ഒരു നിയമവും പുരുഷന് മറ്റൊരു നിയമവും. ഇത്തരം ആൺകോയ്മകളെ തകർത്ത് സ്ത്രീക്ക് സംരക്ഷണവും അംഗീകാരവും സുരക്ഷിതത്വവും പകർന്നു. വേദ പ്രബോധന ശുശ്രൂഷയിൽ സ്ത്രീകൾക്കും മുഖ്യധാരയിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് യേശു വെളിപ്പെടുത്തി. യഹൂദ ആൺകോയ്മ ശിക്ഷിച്ച അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുവാൻ യേശു സ്ത്രീകളെ സന്നദ്ധമാക്കിയപ്പോൾ അനുഗാമികളും ശുശ്രൂഷകരുമായി നിരവധി സ്ത്രീകൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ പങ്കുചേർന്നു എന്ന് മർക്കോസ് എവൻഗലിസ്തയുടെ സുവിശേഷം 15-ാം അധ്യായം 41 പറയുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യോഹന്നാൻ 8-2 മുതൽ 11 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. രക്തസ്രാവക്കാരിക്കും, അതായത് മർക്കോസ് 5-24 മുതൽ 34 വരെയുള്ള ഭാഗത്ത് അതേക്കുറിച്ച് പറയുന്നുണ്ട്. ശമരിയാക്കാരിയെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 5 മുതൽ 42 വരെയുള്ള വേദഭാഗത്തിൽ പറയുന്നുണ്ട്. പാപിയായ സ്ത്രീക്ക് യെക്കുറിച്ച് ലൂക്കോസ് 7-36 മുതൽ 50 വരെയുള്ള വേദഭാഗത്ത് പറയുന്നുണ്ട്. യഹൂദ നിയമങ്ങൾക്കും അനുശാസനങ്ങൾക്കും അതീതമായി കാരുണ്യത്തിന്റെ സ്പർശനം പകർന്ന സാമൂഹിക സുരക്ഷിതത്വം യേശുക്രിസ്തു നൽകിയതായി നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബൈബിളിലെ 20-ാം പുസ്തകമായ സദൃശവാക്യങ്ങൾ മുഖ്യമായും രചിച്ചത് ശലോമോൻ രാജാവാണ്. BC 970-931 കാലഘട്ടങ്ങളിൽ എഴുതിയതെന്ന് അനുമാനിക്കുന്നു. സദൃശവാക്യങ്ങൾ 31 അധ്യായങ്ങൾ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 915 വാക്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സദൃശവാക്യം 1-7 9-10 കാണുന്നുണ്ട്. എന്ന ആശയത്തിന്റെ വിപുലീകരണമാണ് ഇതിൽ വിരിക്കുന്നത്. കവിതകൾ, ഈരടികൾ, ലഘുപമകൾ, ചോദ്യങ്ങൾ, താരതമ്യങ്ങൾ തുടങ്ങിയ ശലോമോന്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്ന വിവിധ സാഹിത്യ രൂപങ്ങളുടെ സമാഹാരമാണ് സദൃശവാക്യങ്ങൾ. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, സദൃശവാക്യം 14-1. ഇതിന്റെ വിപരീതമാണ് അടുത്ത വാചകം. പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. 2 വിരുദ്ധതകൾ ചേർത്ത് അവതരിപ്പിക്കുക എന്നത് ജ്ഞാനിയായ ശലോമോന്റെ അവതരണ ശൈലിയാണ്. സദൃശവാക്യങ്ങളിൽ പലയിടത്തും ജ്ഞാനവും പോഷത്വവും ഏറ്റുമുട്ടുന്നുണ്ട്. ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് പണിയുന്നത് എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ വിവിധ മുഖങ്ങൾ ഇവിടെ നമുക്ക് ദർശിക്കാം. ജ്ഞാനം കൊണ്ട് മാത്രം ഒരു വീട് പണിയുവാൻ കഴിയുമോ? എത്രയോ ഘടകങ്ങളാണ് ഒരു വീടിനെ ഭദ്രത ഉള്ളതാക്കി തീർക്കുന്നത്. ജ്ഞാനിയായ ശലോമോൻ ഇവിടെ ദൈവഭക്തിയിൽ അധിഷ്ഠിതമായ ജ്ഞാനമാണ് അർത്ഥമാക്കുന്നത്. ജ്ഞാനത്തിന്റെ നിറവിന് വിവേകവും ധാർമ്മികതയും ആത്മനിയന്ത്രണവും നീതിയും അന്തസ്സും അനിവാര്യമാണ്. ഇവ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വന്തം കൈകളാൽ ഭവനം പൊളിച്ചു കളയുന്നു. ഇത് സ്ത്രീക്ക് മാത്രമുള്ളതല്ല, പുരുഷനും ഉള്ള പാഠമാണ്. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് പ്രതീകാത്മക ഭാഷയിലാണ്. സദൃശവാക്യം 31-ാം അധ്യായം 10 മുതൽ 30 വരെ സാമർഥ്യമുള്ള ഭാര്യയെ പറ്റി വിവരിക്കുന്നുണ്ട്. സദ്ഗുണവും ജ്ഞാനവുമുള്ള സ്ത്രീയുടെ വില മുത്തുകളിലും ഏറും. ഇവിടെ സ്ത്രീ എന്നത് സഭയുടെ പ്രതീകമാണ്. അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിലും ഈ ആശയം പ്രകടമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് ശ്ലീഹ എഴുതിയതിലും ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇത് കാണുന്നുണ്ട്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഭാര്യ ഭർത്തൃ പാരസ്പര്യതയാണ് കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് നിദാനം. അധികാരവും അവകാശവും ആധിപത്യവും പുരുഷനിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഭവനത്തിന്റെ അടിത്തറയ്ക്ക് കോട്ടം സംഭവിക്കും. സ്ത്രീയുടെ സാമർഥ്യം നിഷ്ഫലമായി ഇവിടെ തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും.
സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ നീതിപൂർവം തന്റെ വീട് പണിയുന്നു. ഈ പണിയിൽ സ്ത്രീ പുരുഷ തുല്യതയും നീതി നിർവഹണവും സാമൂഹിക പ്രതിബദ്ധതയും പ്രകടമാകുന്നു. രാഷ്ട്രത്തിന്റെയും സഭയുടെയും കെട്ടുപണികൾ ജ്ഞാനമുള്ള സ്ത്രീകളെ രൂപപ്പെടുത്തുവാൻ സഭയ്ക്കും രാഷ്ട്രത്തിനും ഉത്തരവാദിത്വം ഉണ്ട്. ജ്ഞാനമുള്ള സ്ത്രീ പുരുഷന്മാർ നീതിപൂർവം ഭരണ നിർവഹണ പ്രക്രിയയിൽ വ്യാപരിക്കുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. യേശു സ്ത്രീകൾക്ക് പകർന്ന പങ്കാളിത്തവും നേതൃത്വവും സുരക്ഷയും സഭയിൽ പോലും സ്ത്രീകൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെയാണ് പെൺമയുടെ നന്മയിലെ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾക്ക് ശക്തി വർദ്ധിപ്പിക്കേണ്ടത്. പെൺമയുടെ നന്മ തിരിച്ചറിഞ്ഞ് സഭയിലും സമൂഹത്തിലും സ്ത്രീ നീതിയിലും സുരക്ഷിതത്വം ഉറപ്പാക്കണം. സഹസ്രാബ്ദങ്ങൾ നീളുന്ന ആൺപെൺ ബന്ധങ്ങളിലെ അതിശത്വ കാഴ്ചപ്പാടുകൾ പുനർരചിക്കാതെ പെൺമയുടെ നന്മ യഥാർത്ഥമായി കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അതിനുവേണ്ടി നാം ഓരോരുത്തരും ദൈവാശ്രയമുള്ളവരായി ജീവിക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ക്വാളിറ്റി എന്താണെന്നും പെൺമയുടെ നന്മ എന്താണെന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതിന് കർത്താവായ യേശു ക്രിസ്തു കൊടുത്തതായ ആ മഹത്വം നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ ഇതൊക്കെയും നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നമ്മുടെ ചിന്ത ഒരൽപ്പം മാറ്റി പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ദൈവഹിതമനുസരിച്ച് ഈ ലോകത്തിൽ നടമാടുവാൻ തുടങ്ങുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.